ഹായ് മക്കളെ, അമീൻ സാറാണ്. നിങ്ങൾ തമ്പ്ലിയൻ കണ്ടുവന്നതുപോലെ ഞങ്ങൾ വിട പറയാൻ വേണ്ടിയിട്ട് പോവാണ്. ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഞങ്ങൾ നിഞ്ച ബാച്ചിൽ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നതിൽ നിഞ്ച ബാച്ചുകാരുണ്ടെങ്കിൽ മക്കളെ നിങ്ങളൊരു ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു ഈ 1 മാസം അല്ലെങ്കിൽ 1.5 മാസമായിട്ട് നമ്മളുടെ നിഞ്ച ബാച്ചിലെ ക്ലാസ്സുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? ഞാൻ എങ്ങനെ പറയാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.5 മാസമായിട്ട് ഞങ്ങൾ 9ാം ക്ലാസ്സിലെ മക്കൾ എല്ലാ സബ്ജക്റ്റുകളിലും 2-3 ചാപ്റ്ററുകൾ പഠിച്ച് അടിപൊളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം മക്കളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, അത് മാത്രമല്ല കേട്ടോ, പുറം രാജ്യങ്ങളിലും ഒരുപാട് മക്കൾ നമ്മളെ ക്ലാസ്സുകൾ 2 മാസമായിട്ട് വീക്ഷിക്കുന്നുണ്ട്. ആപ്പിലൂടെ നിരന്തരം ഡൗട്ട് ചോദിക്കുന്നു, നിരന്തരം പഠിച്ച് അടിപൊളിയാക്കുന്നു. ഞങ്ങളിതാ എക്സാമിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അടുത്ത ആഴ്ച ഞങ്ങൾ എക്സാമിലേക്ക് വേണ്ടി പോവാണ്. ആ സമയത്താണ് 9ാം ക്ലാസ്സിലെ പുതിയ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിഞ്ച ബാച്ചിൽ ഇല്ലാത്ത മക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഞങ്ങളുടെ ഈ നിഞ്ച ബാച്ച് ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ നിഞ്ച ബാച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. മക്കൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഈ 2 മാസം എൻ്റെ മക്കൾ സത്യം പറ എന്താ പഠിച്ചത്? 2 മാസം വെറുതെ കളഞ്ഞു. ആ സമയത്ത് നിഞ്ച ബാച്ചിലെ മക്കൾ ചെയ്തെന്താ അറിയോ? ആ 2 മാസമായിട്ട് ഓരോ സബ്ജക്റ്റിലെ 2 ചാപ്റ്റർ വീതം പഠിച്ചു കഴിഞ്ഞു. ഓരോ സബ്ജക്റ്റിനും എക്സാം എഴുതി കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കാട്ടോ, നിങ്ങളും അവരും ഒരേ സമയത്താണ് ജൂൺ 2-ാം തീയതി സ്കൂളിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. ആ ജൂൺ 2-ാം തീയതി സ്കൂളിൽ കടക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് എല്ലാം അറിയാം, നിങ്ങൾക്കോ ഒരുപാട് ചോദ്യചിഹ്നങ്ങളാണ്. മക്കളെ, ഈ ഒരൊറ്റ ആഴ്ചയും കൂടിയാണ് ഞങ്ങൾ നിഞ്ച ബാച്ചിലേക്കുള്ള അവസാനത്തെ ഘട്ട അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. മക്കളെ, ഒരുപാട് സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മക്കളെ വാ എന്ന്. ഇത് അവസാനത്തെ വിളിയായിരിക്കാം. മക്കളെ, ഈ പ്രാവശ്യത്തെ 9ാം ക്ലാസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ 8ാം ക്ലാസ്സിൽ തന്നെ നിങ്ങൾ എത്രത്തോളം ഉഴപ്പിയിട്ടുണ്ട്. ഉറപ്പാണ് 9ാം ക്ലാസ്സിലെത്തുമ്പോൾ അതിനേക്കാൾ നിങ്ങൾ ഉഴപ്പും. ആ സമയത്ത് നിങ്ങൾക്ക് താങ്ങായി തണലായി നിങ്ങൾക്ക് വേണ്ട ഡൗട്ടുകളും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദിച്ച് പഠിക്കാനുള്ള ഒരു ബാച്ച് തന്നെയാണ് നിഞ്ച ബാച്ച്. മക്കളെ, നിങ്ങൾ ആലോചിക്കുക, അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്ക് പോവാണ്. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ പുതിയ ബാച്ചുകൾ മാറ്റി തിരിക്കുന്ന ക്ലാസ്സാണ് 10ാം ക്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ നല്ല മക്കളെ നല്ല ക്ലാസ്സിലേക്ക് മാറ്റും. ആ സമയത്ത് നമുക്ക് കരച്ചിൽ വരുന്നേക്കാൾ നല്ലത് ഈ 9ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ അടിപൊളിയായി കിടിലമാക്കി പഠിക്കാനുള്ളതാണ്. മക്കളെ, അവസരം തീർന്നിട്ടില്ല, നമുക്ക് കിടിലമാക്കാൻ പറ്റും. നിഞ്ച ബാച്ചിൽ ഈ ഒരാഴ്ച കൊണ്ട് എൻ്റെ മക്കൾക്ക് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടും. അതിലുപരി നമുക്കുള്ള എക്സാമുകളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ച് അടിപൊളിയാക്കി. സോ ഇനി അധികം സമയമില്ല, നമ്മൾ ഒരുമിച്ച് അടിപൊളിയാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. മക്കളെ, എത്രയും പെട്ടെന്ന് ഞാൻ താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം വിളിച്ച് ജോയിൻ ചെയ്യടാ. സ്കൂൾ തുറക്കുന്നേക്കാൾ മുന്നേ നമുക്ക് ഒരുമിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി ഉഷാറാക്കി നമുക്ക് സ്കൂളിലേക്ക് എത്തണം. സോ എല്ലാവരും അങ്ങോട്ട് പോവാം, ഞങ്ങൾ എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അടിപൊളിയാക്കി നിഞ്ച ബാച്ചിൽ പഠിക്കാം. മക്കൾ, ഒരു ഉറപ്പ് ഞാൻ തരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഈ എക്സാമിന് നിങ്ങളായിരിക്കും ചരിത്രം കുറിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ആ ചരിത്രം കുറിക്കണം. സോ വെൽക്കം ടു നിഞ്ച ഫാമിലി. നമുക്ക് ഒരുമിച്ച് അവിടെ പഠിക്കാം.